വാൾട്ട് വിഷന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയുടെ തമ്പനെയിലിൽ പറഞ്ഞിരിക്കുന്നത് നികൃഷ്ട ജീവികളും കള്ളന്മാരും എന്ന് മത്തെ വിറപ്പിച്ച കുറുവ സംഘത്തെ പറ്റിയുള്ളതല്ല, മറിച്ച് നമ്മുടെ ഈ നാട്ടിൽ ഉദ്യോഗസ്ഥ പ്രമാണികൾ കാണിക്കുന്ന ചില കൊള്ളരായ്മകളെ പറ്റിയാണ്. വാൾട്ട് വിഷന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എപ്പോൾ കക്കാൻ കിട്ടിയാലും അത് ആരുടേതാണെങ്കിലും, അത് എവിടെ നിന്നാണെങ്കിലും, അത് എങ്ങനെ കിട്ടിയതാണെങ്കിലും അത് കക്കുക എന്നുള്ളത് നികൃഷ്ട ജീവികളുടെ ഒരു കാഴ്ചപ്പാടാണ്. അവർ ഏത് പദവിയിലിരുന്നാലും അവർ കക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായാലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥനായാലും കൂലിപ്പണിക്ക് പോകുന്നവനാണെങ്കിലും ഏത് പണിക്ക് പോകുന്നവനാണെങ്കിലും അവരുടെ തൊഴിൽ മേഖല ഏതാണെങ്കിലും കക്കുന്നവൻ കക്കും. ഇന്ന് പറയാൻ പോകുന്നത് പാവങ്ങൾക്ക് സർക്കാർ അനുവദിച്ച സാമൂഹ്യ പെൻഷനിൽ നിന്നും കൈയിട്ട് വാരി 10,000-ങ്ങളും 50,000-ങ്ങളും ലക്ഷങ്ങളും പെൻഷൻ വാങ്ങുന്നവർ അതിൽ നിന്നും കൈയിട്ട് വാരി അവരുടെ പള്ള നിറയ്ക്കാൻ നോക്കിയ കള്ളന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് നാം പത്രവാർത്തകളിൽ കണ്ടു കഴിഞ്ഞു. എത്ര നികൃഷ്ടരാണ് ഇവരെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർ സർവീസിലിരുന്നപ്പോൾ സർക്കാരിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നാണ്. ഇവർ സർവീസിലിരുന്നപ്പോൾ ഇവർ എന്തെല്ലാം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഈ നിസാര തുക മോഷ്ടിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തു വിടുക മാത്രമല്ല, ഇവരുടെ ചിത്രങ്ങളും ജനമധ്യത്തിൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് ശ്രമിക്കേണ്ടതാണ്. ഇവരുടെ കയ്യിൽ നിന്നും പലിശ സഹിതം പണം പിടിക്കും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ തെണ്ടികൾ ആരാണെന്ന് ജനങ്ങൾ അറിയണം. എത്രയോ ഉന്നത പദവികളിലിരുന്നവരാണ് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ അനുവദിച്ച ഈ പണം കൈയിട്ട് വാരിയെടുത്തത്. ഇവർ സർവീസിലിരുന്നപ്പോൾ ഇവരെന്തെല്ലാം കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടെന്നും ഇവർ എത്രമാത്രം സമ്പത്ത് സർക്കാരിന്റെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടത്തിയാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ആളുകളെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുകയും ഇനിയും വളരെ സുതാര്യമായ രീതിയിൽ പാവപ്പെട്ടവർക്ക് ഈ പെൻഷൻ കിട്ടുവാൻ തക്ക പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് നാറിയ രീതികളാണ് ഇവർ ഇവിടെ അനുവർത്തിച്ചത്. 10,000-ന് മേൽ ആളുകൾ ഈ പാവങ്ങളുടെ പൈസ തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ പിടിക്കപ്പെടാത്ത തുക എത്രയോ വലുതായിരിക്കും. ഇതിൽ പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് അധികൃതരോ ആശാ വർക്കർമാർക്കോ പിഴവ് പറ്റിയാലും ഇത് വാങ്ങുന്നവന് ഒരു ഉളുപ്പ് വേണ്ടേ? ഇത് ഞാൻ വാങ്ങാൻ പാടില്ലല്ലോ എന്ന് അവർ കരുതേണ്ടതല്ലേ? ഒരു കാലത്ത് റേഷൻ കാർഡും അങ്ങനെയായിരുന്നു. മുന്തിയ ശമ്പളം വാങ്ങുന്ന പലർക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വാങ്ങുന്ന കാർഡിന്റെ ഉടമസ്ഥതയുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ കർശന നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവരത് വളരെ മനസ്സോടെയാണ് അവരത് ഉപേക്ഷിച്ചത്. ഇതും അങ്ങനെ തന്നെയാണ്. സർക്കാർ നൽകുന്ന സാമൂഹ്യ പെൻഷൻ അർഹതപ്പെട്ടവരുടെ കയ്യിലാണോ ലഭിക്കുന്നതെന്ന് സർക്കാർ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ ഈ പണം കൈയിട്ട് വാരിയവരെ ശിക്ഷിക്കുകയും അവരുടെ ചിത്രങ്ങളും അവരുടെ പൂർണ്ണ വിവരങ്ങളും സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവന്ന് ഇവരെ നാണം കെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വാൾട്ട് വിഷന്റെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ നമസ്കാരം.